بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله العلي العظيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പ്രിയ മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ, അല്ലാഹുവിന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിലെ സകല അപരാധങ്ങളും സകല പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം, ശേഷിക്കുന്ന കാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അവന്റെ മഹബ്ബത്തിലാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മഹല്ല നിവാസികളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ജുമായിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ ഒരു റബീഉ വസന്തത്തിനെ സ്വാഗതം ചെയ്യാനിരിക്കുന്നതായ നാം ഓരോരുത്തരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും നല്ല ദുആയും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ എല്ലാവിധ ഗുണങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളതായ ചർച്ചകളും നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ളതായ പണികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായ തുടങ്ങിക്കഴിഞ്ഞതായ വാർത്തകളും ഒക്കെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ രീതിയിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു വലിയൊരു റാഹത്തായ ഒരു അവസ്ഥയിലൂടെയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മസ്ജിദ് എന്നുള്ളതായ വലിയ സ്വപ്നം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല പള്ളി ഉണ്ടാകുക എന്നുള്ളത് നാടിന്റെ വലിയൊരു സ്വപ്നമാണ്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് സുജൂദ് ചെയ്യുവാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ ഒരു ഗേഹം ഉണ്ടാകുക എന്നുള്ളത്, ഒരു ഭവനം, ഒരു വീട്, അല്ലാഹുവിന്റെ ഒരു വീട് ഉണ്ടാകുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹം നിറഞ്ഞ കാര്യമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് പള്ളികൾ ഉണ്ടാകുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവരവരുടെ മഹല്ലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ആനന്ദം, അതിൻ്റെതായ സന്തോഷം അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയുടെ പവിത്രമായ പള്ളികളെ ആദരിച്ചിരുന്നു, പള്ളികളെ ബഹുമാനിച്ചിരുന്നു, പള്ളികളോടുള്ളതായ ഹഖ്ഖുകളെ, പള്ളികളോടുള്ളതായ മര്യാദകളെ പാലിച്ചിരുന്നു. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെയാണ് അതിന്റെ ഖിബ്ല നിർണ്ണയിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ വഖഫ് ചെയ്യപ്പെട്ടതായ ഭൂമി എങ്ങനെ നിലനിർത്തണം. അൽഹംദുലില്ലാഹ് അതിന്റെ വളരെ ആവേശകരമായ, വളരെ പഠനാർഹമായ ക്ലാസുകളും അതിൻ്റെതായ ചർച്ചകൾക്കും ഒടുവിലാണ് വളരെ മനോഹരമായ രീതിയിൽ അതിന്റെ ആർക്കിടെക്ട് വന്ന് അതിൻ്റെതായ ചിത്രങ്ങളും അതിൻ്റെതായ അൽഹംദുലില്ലാഹ് വളരെ നമ്മുടെ മഹല്ല് നിവാസികൾക്കും ഇവിടുത്തെ വിശ്വാസികൾക്കും എല്ലാവർക്കും വളരെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച അതിന്റെ പൊതുയോഗം കൂടി. അതിൻ്റെതായ മസ്ജിദിന്റെ ഓരോ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് മസ്ജിദിന്റെ ഇപ്പോഴത്തെ നിർമ്മാണം ഉണ്ടാകേണ്ടത്, ഇതിന്റെ ആവശ്യമുണ്ടോ, ഈ പള്ളി ഇങ്ങനെ തന്നെ പോരെ എന്നതിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെതായ എഞ്ചിനീയർമാരും അതിൻ്റെതായ പഠിതാക്കളും മസ്ജിദിനെ കുറിച്ച് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
അവർക്ക് പറയുന്നത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് വശങ്ങളാണ് ഇവിടെയുള്ളത്, രണ്ട് കാര്യങ്ങളാണ് ഒരു പള്ളിയെ സംബന്ധിച്ചുള്ളത്. അള്ളാഹു തആല മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, രണ്ട് കാര്യം പറയുമ്പോൾ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടാം, ഒന്ന് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഈമാനും യഖീനും ഇഖ്ലാസും ഒക്കെ പറയാൻ ആരുടെ മുഖത്തിന്റെ കാര്യമില്ല. ആരുടെയും മുഖത്ത് നോക്കിയിട്ട് സമ്പത്ത് നോക്കിയിട്ട് പറയേണ്ട കാര്യം ഉലമാക്കൾക്കില്ല. അലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീന് പറയേണ്ട കാര്യം എവിടെയും തുറന്ന് പുണ്യപ്രവാചകന്റെ അതരമൊഴികൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതുപോലെയുള്ള ആധികാരിക മഹല്ലുകൾ നൽകുന്നുണ്ട്. ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ രണ്ട് കാര്യങ്ങളാണ് പള്ളിയുമായി ശ്രദ്ധിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം നീണ്ടുപോകാതെ വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരുമായി പറയാം. പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നാളെ ഞാൻ പിടിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദരവായ പ്രവാചകൻ പറയാൻ, സഹാബത്തെ ഒരു കാലം വരാനുണ്ട്, യൗമുൽ ഖിയാമയോട് അടുത്തതായ ഒരു സമയം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ എന്റെ ചില ഉമ്മത്തികൾ ഉണ്ടാകുമത്രേ. അവസാന കാലഘട്ടത്തിൽ എന്റെ ചില ഉമ്മത്തികൾ വരുമത്രേ. അവർ പള്ളികളിലോട്ട് നമസ്കരിക്കാൻ വരുന്നവരാണ്. ഉത്തരം പറയുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പേ പറയുകയാണ്, അവരുടെ ജോലി എന്താണെന്നറിയുമോ? ഒന്നാമത്തെ വിഭാഗത്തിന്റെ ജോലി എന്താണെന്നറിയുമോ? അവർ പള്ളികളുടെ പല ഭാഗങ്ങളിലിരിക്കും. പള്ളികളുടെ പല ഭാഗങ്ങൾ അവർ ഉപവിഷ്ടരാകും. അവരെ ഹൽക്കകളായിട്ട് കൂടും, അവര് മജ്‌ലിസുകളായിട്ട് കൂടും. ദിക്റിന്റെ ഹൽക്കയല്ല, തസ്ബീഹിന്റെ ഹൽക്കയല്ല, തഹ്മീദിന്റെ ഹൽക്കയല്ല. ഫിത്ന പറയുവാൻ, ഫസാദ് പറയുവാൻ, പള്ളിയുടെ ഉസ്താദന്മാരെ രക്തം കുടിക്കുവാൻ, കമ്മിറ്റി പരിപാലിക്കുന്നതായ കമ്മിറ്റിക്കാരുടെ കുറവ് പറയുവാൻ, നാട്ടുകാരുടെ ചിലരുടെ രക്തം കുടിക്കുവാൻ അവർ ചില ഹിലപ്പായത്. ഞാൻ പറയുന്നതല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ അവർ ചില ഹൽഖകൾ കൂടുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ ഫലാ യുജാലിസുഹും, അവരുടെ അടുക്കൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ അടുക്കൽ നിങ്ങൾ ഇരിക്കരുതേ. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയമുണ്ടാവൂല, അല്ലാഹുവിന്റെ ഇഷ്ടമുണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽമാനിക്കുടത്ത് 4500 പരം വരുന്നതായ സ്ക്വയർ ഫീറ്റ് ഉള്ളതായ അതിമനോഹരമായ പള്ളിയാണ് വരുന്നത്, അതിമനോഹരമായ മസ്ജിദാണ് വരുന്നത്, അതിമനോഹരമായ അല്ലാഹുവിന് സുജൂദ് ചെയ്യേണ്ട ഗേഹമാണ് വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, നമുക്ക് അങ്ങനെയുള്ള ഹൽക്കകൾ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തെ അങ്ങനെയുള്ള മജ്‌ലിസിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അവിടെ അല്ലാഹുവിന്റെ നോട്ടം ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് രക്തം കുടിക്കാം, കുറച്ച് ആരെങ്കിലും കുറവ് പറഞ്ഞ് നിസ്കരിച്ചതായി കൂലിയൊക്കെ കൊടുത്തിട്ട് പോകാം, അങ്ങനെയുള്ളതായ നിയ്യത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്. ഉസ്താദാവട്ടെ, പള്ളിയുടെ കമ്മിറ്റിക്കാരാകട്ടെ, നല്ല മുഅ്മിനീങ്ങൾ നടന്നു പോവാൻ, റോഡിലൂടെ നടന്നു പോവാൻ, അവർ കുറച്ച് രക്തം കുടിക്കുക, ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് പറയാൻ സമയമില്ല. പവിത്രമായ സമയമാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോ ആ കാര്യങ്ങൾ പള്ളിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യണം. പള്ളി അത് ഓരോരുത്തരുടെയും ഭവനമാണ്. പള്ളി കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഉസ്താദിന് മാത്രമല്ല, ഒരു
കൊടിയെ എടുത്തു മാറ്റൽ എല്ലാവരുടെയും ബാധ്യതയാണ്. അവിടെ കൊടി കിടക്കാണ്, അവിടെ വൃത്തിയില്ല, അവർ വിളിക്കും, ഇവർ വിളിക്കും. പള്ളി കമ്മിറ്റിക്കാർക്ക് ശമ്പളമില്ല, പള്ളി കമ്മിറ്റിക്കാർക്കാണ് ശമ്പളം കൊടുത്തിട്ടില്ല. നിങ്ങൾ തെരഞ്ഞെടുത്ത ഖലീഫമാരാണ്. ഞാൻ എന്റെ ഖലീഫയെ നിയമിക്കാൻ പോവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു മനുഷ്യരെ കുറിച്ച്. അതുകൊണ്ട് പള്ളി എന്നുള്ളത്, മസ്ജിദ് എന്നുള്ളത്, അല്ലാഹുവിന്റെ ഭവനം എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഒരാളുടെയോ 10 പേരുടെയോ 14 പേരുടെയോ അല്ല, നമ്മുടെ എല്ലാവരുടെയും അഹങ്കാര സിദ്ധാന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നപരിഹാരത്തിന്റെ ഉറവിടമാണ്, നമ്മുടെ എല്ലാവരുടെയും ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുന്ന സ്ഥലമാണ് പള്ളി എന്നുള്ളത്, മസ്ജിദ് എന്നുള്ളത്, അല്ലാഹുവിന്റെ ഭവനം എന്നുള്ളത്. അതുകൊണ്ട് ഒരു പൊടി എടുത്ത് കളയുക നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഒരു എന്തെങ്കിലും മോശമായ ഒരു വസ്തു ഉണ്ട്, അതെടുത്ത് കളയുക. പള്ളിയുടെ മുമ്പിൽ ഹറാമായി കിടക്കാണ്, അതിനൊന്ന് മാറ്റി കളയുക. നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കാരണം പള്ളി അത് അല്ലാഹുവിന്റെയാണ്. ലില്ലാഹി അല്ലാഹു ലാ തഖും ഫീഹി അബദ ലമസ്ജിദുൻ മുസ്സസ അല തഖ്വ. തഖ്വയുടെ മേൽ അധിഷ്ഠിതമാണ്. അല്ലാഹുവിന്റെ ചില പള്ളിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പോ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാവരുടെയും എന്താണ് കുടുംബ കോടതിയാണ് എന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകേണ്ട സ്ഥലമാണ്. നമ്മുടെ എല്ലാവരുടെ അഭിമാനമാണ് ഒരു നാട്ടിൽ പള്ളി ഉണ്ടാകുക എന്നുള്ളത്. കൊണ്ട് തന്നെ ഇവിടെ പണികൾ നടക്കുമ്പോൾ, ഇവിടെ ജോലികൾ അൽഹംദുലില്ലാഹ് തുടങ്ങി കഴിഞ്ഞു, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. എന്റെ പള്ളി ഇല്ലേ, നമ്മുടെ പള്ളി, നിങ്ങളുടെ പള്ളി ഇവിടെ പണിയുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കൊന്ന് പോയി പള്ളിയൊക്കെ ഒന്ന് കാണാം, പള്ളിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം, എങ്ങനെയാണ് അതിനെ നിർമ്മിക്കുന്നതിന്റെ മട്ടമൊക്കെ ഒന്ന് കാണാം എന്ന് വളരെ മനോഹരമായ ചിന്തയോടെ, വളരെ മനോഹരമായ മനസ്സോടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിനൊക്കെ ഒന്ന് വിലയിരുത്തണം. നിങ്ങൾ എല്ലാവരും തൗഫീഖ് നൽകുമാറാകട്ടെ, ഉറക്കെ പറയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ചില മുഅ്മിനീങ്ങൾ രണ്ടാമത്തെ കൂട്ടരുണ്ട്, ഇരുളികളിലോട്ട് പള്ളിയിൽ നടന്നു വരുന്നവരാണ്, ബൈക്കുകളിൽ വരുന്നവരാണ്, കാറുകളിൽ വരുന്നവരാകട്ടെ ഇരുളുകളിലൂടെ നടന്നു വരുന്നവരാണ്. സുബഹി സമയത്ത്, മഗ്രിബിന്റെ സമയത്ത്, ഇശാഇന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിലോട്ട് നമസ്കാരത്തിനോട് വരുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ആരോരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിലെ ഈ ഇരുളുകളിലൂടെ പള്ളിയിൽ നടന്നു വന്നവർ, പള്ളിയെ സ്നേഹിച്ചവർ, പള്ളിയിൽ നമസ്കരിക്കാൻ വന്നവർ, അവർ പൂർണ്ണമായ പ്രകാശത്തിലായിരിക്കുമെന്ന്, പൂർണ്ണമായ വെളിച്ചത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിലെ അല്ലാഹുവിന്റെ പള്ളിയെ സ്നേഹിച്ചവരെ ഇതിലൂടെ നടന്നു വന്ന് മസ്ജിദിലോട്ട് നമസ്കരിക്കാൻ കടന്നു വന്ന്, അത് ഏത് പള്ളികളാകട്ടെ, അല്ലാഹുവിന്റെ മസ്ജിദിനെ സ്നേഹിക്കണം മുഅ്മിനീങ്ങളെ. അതിലോട്ട് നമസ്കരിക്കാൻ വന്നവരെ നാളെ അല്ലാഹുവിന്റെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രകാശത്തിലായിരിക്കുമെന്ന് ഹബീബുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്നേഹിക്കുവാനും പള്ളിയിൽ നിരന്തരമായിട്ട് നമസ്കരിക്കാൻ വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ മനോഹരമായ പള്ളിയാണ് ഇവിടെ. എന്താണ് അതിൻ്റെതായ ആളുകൾ, എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റൊക്കെ അതിനെ വരച്ചിട്ടുള്ളത് അതിന് മനോഹരമായ രീതിയിൽ വളരെ ഭംഗിയായി. അല്ലാഹുവിന്റെ പള്ളി മനോഹരമായിരിക്കണം. നമ്മുടെ വീടിന്റെ ടൈൽസ് എങ്ങാനും ഒന്ന് പൊട്ടിയാൽ, മകളുടെ കല്യാണം വരുമ്പോൾ നമ്മൾ എന്തെയും ആദ്യം വൃത്തിയാക്കുന്നത് ആ ടൈൽസിന് ക്ലിയർ ആക്കലായിരിക്കും അല്ലേ? അതല്ലേ നമ്മുടെ വീടിന്റെ മെയിൻ സ്ഥലം, കയറി പോകുന്ന സ്ഥലത്ത് ടൈൽസ് ഒന്ന് പൊട്ടിപ്പോയി, നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആ ടൈൽസിനൊന്ന് ക്ലിയർ ആക്കിയിട്ട് മകളുടെ കല്യാണം എടുക്കാമെന്നായിരിക്കും, അല്ലെങ്കിൽ മകന്റെ കല്യാണം ആഘോഷിക്കാമെന്ന്. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വീട്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ആ ശുദ്ധിയും നമ്മളുടേതായ ആ ഗെറ്റപ്പൊക്കെ. അപ്പോ അതിനേക്കാളും എത്രയോ മികച്ച രീതിയിലാണ് പള്ളിയെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ഇന്നമായ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ് ഇതിനെ ഭരിക്കുന്നത്. ഖിയാമത്ത് നാൾ വിശ്വാസമുള്ളവർക്ക് അവരുടെ കരങ്ങളിലോട്ടാണ് അല്ലാഹു ഇതിനെ ഏൽപ്പിക്കുന്നത്. അവരുടെ കരങ്ങൾ സുരക്ഷിതമാണ്. അല്ലാഹുവിനെ പേടിയുള്ളവർ, ഖിയാമത്തിനെ പേടിയുള്ളവർ, അല്ലാഹുവിനെ വിശ്വാസം
മസ്ജിദിന്റെ നിയന്ത്രണം, മസ്ജിദിന്റെ കടിഞ്ഞാണുകൾ അല്ലാഹു ഏൽപ്പിക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ പള്ളി ഭംഗിയാക്കുക ഇത്രയും ആവശ്യമുണ്ടോ, ഇത്രയും കോടിയുടെ ആവശ്യമുണ്ടോ, ഈ പള്ളിയുടെ ഉള്ളിലെ ഈ മിഹ്റാബിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് സഹോദരങ്ങളെ, നമ്മുടെ വീട് നാം എത്ര ഭംഗിയാക്കാറുണ്ട്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ അരമനയുടെ മുറി എത്ര ഭംഗിയാക്കാറുണ്ട്. ഒന്ന് വേണ്ട, രണ്ട് വേണ്ട, ഏത് AC വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനേക്കാളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ, അതിനേക്കാളൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ അള്ളാന്റെ വീടാണ് ഇത്, അള്ളാഹുവിന്റെ പള്ളിയാണ്. നീ അതിന്റെ അഹലുകാരായാൽ നീ ഒന്ന് വിസിറ്റ് ചെയ്താൽ പള്ളി നടക്കുന്നതായി ഉണ്ടാക്കുന്ന സ്ഥലം എന്നൊന്ന് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ പള്ളി എങ്ങോട്ടൊന്ന് പൊങ്ങി വന്നാൽ ഇതിലാരൊക്കെ നമസ്കരിക്കുന്നുവോ സഹോദര, ഇതിലാരൊക്കെ സുജൂദ് ചെയ്യുന്നുവോ സഹോദര, ഇതിലാരൊക്കെ തഹ്ലീൽ ചൊല്ലുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് വഖഫിന്റെ ഭൂമിയാണ്, ഇതാരും കട്ടെടുക്കേണ്ട സ്ഥലമല്ല, ഇത് അള്ളാഹുവിന്റെ ഭൂമിയായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു വെളിച്ചം ജീവിതത്തിലും ഉണ്ടാകും, നാളെ മരണപ്പെടുമ്പോ നമ്മുടെ ഖബറുകളിലും ഉണ്ടാകുമെന്നുള്ളതായ ഉറച്ച വിശ്വാസം ഉണ്ടാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് പിന്നെ പല തിരക്കുകൾ കാരണം നമുക്ക് അതിൻ്റെതായ യോഗങ്ങൾ കൂടിയപ്പോഴും പിന്നെ ഈ പള്ളിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും പല മുഅ്മിനീങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ സാഹചര്യമാണ്. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ജുമാ നമസ്കാരം കഴിഞ്ഞ് ദുആയ്ക്ക് ശേഷം, ആദ്യ ദുആയ്ക്ക് ശേഷം അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ ഒരു, ഞാൻ എന്റെ നാട്ടിലെ പള്ളി പണിയുന്നപ്പോൾ 8-9 വർഷമായി, ഫുലൂസ് ഇല്ല, മാമി ഫുലൂസ് പള്ളി പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. മുഅ്മിനീങ്ങൾ കുറെ പേര് മരണപ്പെട്ടു. പള്ളി കല്ലിട്ടപ്പോ ഉണ്ടായവര് ഉദ്ഘാടന സമയത്തില്ല, കാരണം ഒരുപാട് വർഷമായി. അൽഹംദുലില്ലാഹ് ഇവിടെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ പരിപാലകര്, അതിൻ്റെതായ പിന്നെന്താ കർമ്മോത്സുകരായ കടിഞ്ഞാൻ പിടിക്കുന്നവര്, അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തവര് ആവേശത്തോടുകൂടി പരിശ്രമിച്ചപ്പോ അതിൻ്റെതായ ഫലങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുണ്ടായി. ഇന്നമൽ അഅമാലു ബിന്നിയ്യ, നിയ്യത്ത് നന്നായാൽ ഏത് വലിയ ചക്രവും അവന്റെ കയ്യിലിരിക്കും, ഏത് വലിയ അധ്വാനം അവന്റെ കയ്യിലിരിക്കും, എത്ര വലിയ ബലിഷ്ഠമായ കാര്യങ്ങളും അവന്റെ കരങ്ങളിൽ ഉണ്ടാകും. നമ്മുടെ നിയ്യത്ത് നന്നായപ്പോ, ഇവിടെയുള്ളവരുടെ നിയ്യത്ത് നന്നായപ്പോ, ഇതിൻ്റെതായ പരിപാലകരുടെ നിയ്യത്ത് നന്നായപ്പോ അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരെയും പുകഴ്ത്തി പറയുന്നതല്ല, ആരുടെയും മുഖസ്തുതി പറയുന്നതുമല്ല. മുഖസ്തുതി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് അതൊരു സ്ഥാനവും ഇല്ല. പള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇതൊന്നും പറയാതെ പോകൽ അതൊരു എന്താ പറയാ, അതൊരു ബഹുമാനക്കേടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിയിക്കാം, ഇന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നടക്കുന്നതായ പിന്നെ ഒരു പേര് പറയാത്ത ഒരു കുടുംബമാണല്ലോ നൽകുന്നത്, നിങ്ങളുടെ പള്ളി ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യ ഗഡു ഇവിടെ കൊടുക്കുമ്പോ നിങ്ങളെല്ലാവരും സാക്ഷികളായി ഇവിടെ നടക്കുന്ന ദുആയിൽ ഇനിയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമുക്ക് എല്ലാവരെയും ദുആ ചെയ്ത് സന്തോഷത്തോടുകൂടി നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ നടക്കുന്നതായ വളരെ മനോഹരമായ വളരെ കുറഞ്ഞ സമയത്തുള്ള മജ്‌ലിസിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉണ്ടാവൂലേ ഇൻഷാ അല്ലാഹ്? ഉറക്കം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവൂലേ? ആ പുറകിൽ ഇരിക്കുന്ന അസർക്കാരങ്ങളൊക്കെ ഉണ്ടാവൂലേ? എല്ലാവരും ഉണ്ടാവണം. തിരക്കൊക്കെ മാറ്റി വയ്ക്കും, കുറച്ച് തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ദുആയിലും ഈ ഒരു സംഭവമൊക്കെ കണ്ട് ഇത് പള്ളിയിൽ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതെങ്കിലും കാണുവാൻ തൗഫീഖ് നൽകി, തുടർന്നും കാണുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന്റെ പരിപാലകരെ, ഇതിനു വേണ്ടി ഓടുന്നവരെ, പരിശ്രമിക്കുന്നവരെ, ഇതിന്റെ പിന്നാലെ പരക്കം പായുന്ന ശമ്പളമൊന്നും ഇല്ല അവർക്ക്. അവര് നിങ്ങളുടെ മസ്ജിദിന് വേണ്ടി ഇങ്ങനെ നിരന്തരമായി ഓടുകയാണ്. അവർക്ക് നല്ല പ്രോത്സാഹനം നൽകി ഇൻഷാ അല്ലാഹ് ഈ അല്ലാഹുവിന്റെ പള്ളി, അല്ലാഹുവിന്റെ ഭവനം വളരെ പൂർത്തിയായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ പൂർത്തിയാകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ നാളുകൾ നന്മയുടെ നാളുകളാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാന്യനായ കഴിഞ്ഞ ആഴ്ച സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യ ഉസ്താദിന്റെ മകളുടെ നിക്കാഹാണ് വരുന്ന ആഴ്ച. ഉസ്താദിന്റെ പിന്നെ ഒരുപാട് വർഷം അൽഹംദുലില്ലാഹ് ഇവിടെ മഹല്ലിൽ ജോലി ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും സുസമ്പന്നനായി ഇവിടെ നിൽക്കുകയും ചെയ്യുകയാണ് എന്നാണ് ബഹുമാന്യനായ അദ്ദേഹം ഇവിടെ അറിയിച്ചത്. ഇത് പ്രകാരം
എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഇവിടുത്തെ ഉസ്താദന്മാർക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇനിയും എന്നും ഉണ്ടാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബഹുമാന്യ ഉസ്താദിന്റെ മകളുടെ നിക്കാഹ് വളരെ സന്തോഷകരമായ രീതിയിൽ, വളരെ റാഹത്തായ രീതിയിൽ, കടങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അല്ലാഹു നടത്തുവാനും അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. മറ്റൊരു പ്രിയ സഹോദരൻ പുറത്തു കൊണ്ട് ഒരുപാട് നാൾ മദ്രസകളിലൊക്കെ പഠിപ്പിച്ച ഒരു സഹോദരനാണ്. അദ്ദേഹത്തെയും വേണ്ട രീതിയിൽ ബഹുമാനപ്പെട്ടവരെല്ലാം സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സംരംഭങ്ങളും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ, പടച്ചവന് പൊരുത്തപ്പെട്ട രീതിയിൽ ചെയ്യുവാനും അതിനെ മനസ്സിലാക്കുവാനും പൂർത്തിയാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.